നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ അത്ര പുലാവായിരുന്നു. അത് നമുക്ക് റൈസ് ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. പുലാവല്ല, പോഹ അങ്ങനെ എന്തോ ആണ്. കപ്പലണ്ടി ഇട്ടിട്ട് അങ്ങനെ എന്തോ പോഹ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അവിടെ നമ്മൾ അധികം കഴിക്കാൻ തന്നില്ല. പുറത്ത് നോക്കാൻ വന്നതാ. നോക്കുമ്പോ ഇവിടെ ഒന്നും കാണുന്നില്ല. അങ്ങ് പോകേണ്ടി വരും. അപ്പോൾ നടക്കാൻ വയ്യ. വെറുതെ പോയിട്ട് ശശിയാവണ്ടെന്ന് വെച്ചല്ലേ. അപ്പോൾ നമ്മളിപ്പോ -8 ഡിഗ്രിയിലാണ് ഉള്ളത്. പക്ഷെ അത്ര ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, ഇന്നലെ വന്നത്ര തണുപ്പ് ഇപ്പൊ ഇല്ല. എന്നാൽ ഒട്ടും തണുപ്പില്ല. സ്നോഫോൾ കാണാൻ പോവാണ്. ആദ്യമായിട്ടാണ് നമ്മള് സ്നോ ഉണ്ടോന്ന് അറിയണ്ടാവില്ല. സ്നോ ഉണ്ടെന്നാ പറഞ്ഞത്. അത് ശരിയാ. അപ്പൊ ജീപ്പിലാണ് പോണത്. ഒരു ട്രക്കിംഗ് പോലെ. അവരുടെ ഡ്രസ്സും അതൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. കാണിച്ചു വണ്ടിയാണ്. ഇത് റൈഡ് ചെയ്യാൻ തരൂല അവര്. നമ്മളവിടെ കൊണ്ടുവരും. അപ്പ് ആൻഡ് ഡൗൺ പിന്നെ ഒന്ന് ആക്ടിവിറ്റീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അവിടെയുള്ള കാണാൻ. കാരണം നല്ല നല്ല തണുപ്പാണ് അല്ലേ. ഹായ് ഗായ്സ്, നമ്മളിങ്ങനെ അവിടെ എത്തി. ഇതാണ് കാരണം ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല അവരേക്ക് അല്ലേ. അപ്പോൾ നമ്മളെത്തി. ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ ഒന്നും കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഇപ്പം മണാലിൻ്റെ അവസ്ഥയുള്ള ഇവിടെ സ്നോ ഉണ്ട്. നമ്മളൊരു ചായ കുടിക്കാൻ കയറിയിട്ടുള്ള കയ്പൊന്നും ഊറിയിട്ടുള്ള എന്നിട്ട് മരവിച്ച പോലെ ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയുള്ളത് ഇതാണ് സ്നോ. പറ്റുന്നില്ല ഫോണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള. കാരണം ഫോണ് വീഴുന്നത് പോലും അറിയില്ല. എന്തൊക്കെയോ വീഴുന്നുണ്ട്, അറിയുന്നില്ല. ആരെങ്കിലും എല്ലാം വന്നിട്ട് പറഞ്ഞിരുന്നാണ്. അപ്പോൾ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഇനി എപ്പോഴാണ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് മണാലിയിലെ വ്യൂ. കൊള്ളാം. ഭയങ്കര കാലൊക്കെ നല്ല നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട്. ഞാനും ഫുഡ് കഴിച്ചു. കഴിഞ്ഞു. ഞാനും ചന്ദനയും ഇപ്പോൾ ചന്ദനയും ഒന്ന് പുറത്തൊക്കെ നോക്കിയിട്ട് വരാമെന്നുള്ളതിൽ വന്നത്. ഓപ്പോസിറ്റ് ഒന്നുമില്ലേലും കാണില്ല, ഭയങ്കര വെയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി എന്താ വാങ്ങാനുണ്ടെങ്കിൽ നോക്കിയിട്ട് വരാമെന്ന് ചോദിച്ചു. കാരണം കുറച്ച് സമയം നമ്മളെ കയ്യിലുണ്ട് അല്ലേ. 7 മണി വരെ ഫ്രീ. അല്ല, അതിനു മുമ്പ് നമ്മൾ ഒരു ടെമ്പിളിൽ വിസിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം കുറച്ച് ഒരു 2 വണ്ടിയും കൂടി വരാനുണ്ട്. ആ ടൈമും പിന്നെ അവർക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആ ടൈമിൽ പോയിട്ട് വരാം. ഞങ്ങൾ ഫുഡ് കഴിച്ച് നടക്കാനുള്ള വഴിയേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ അത്യാവശ്യം വില കുറവാന്ന് കേട്ടത്. അപ്പോൾ നോക്കിയിട്ട് വരാമെന്നുള്ളതിൽ നോക്കിയിട്ട് വരും. ഞാൻ രണ്ടുപേരും തന്നെ അറിയും. നമ്മളെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ അടിച്ച് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. കുറച്ച് വില നോക്കുകയാണ്. 12,000 രൂപയുള്ളത്. ചന്ദന, ബദാമും പിന്നെ ആൽമണ്ടും നട്ട്സും കാഷ്യൂ നട്ട്സും. ഞാൻ ആപ്രിക്കോട്ടും ബദാമും സാഫ്രോണും. ഇവിടെ ലോക്കൽസായിട്ട് ഇവിടെ ഉള്ളതെന്നാ പറഞ്ഞത്. ഇതൊക്കെ സംഭവമില്ല, വെറുതെ വാങ്ങിച്ചതാണ്. വേറെ കാര്യം ഒരു കാര്യമില്ല, വെറുതെ ചുമ്മാ പോയി വാങ്ങിച്ച് അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആൽമണ്ട് ഒക്കെ നല്ല ഫ്രഷ് പോലെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഒരു ടെമ്പിളിൽ പോവും. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ടിങ്കിൾമറി വന്നില്ല. ടിങ്കിൾമറിയൊക്കെ വയ്യാണ്ടായി, ജലദോഷം വന്നു. അപ്പം നമ്മൾ രണ്ടാൾ മാത്രം ഇറങ്ങി കുറച്ച് ഷോപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് വരുവാണ്. ഇപ്പോൾ രാത്രിയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങിയപ്പോൾ നന്നായി കുറേ ഷോപ്പുകളുണ്ടായിരുന്നു സ്ട്രീറ്റിൽ. ഇപ്പം ഈ നേരമായതുകൊണ്ട് സ്ട്രീറ്റിൽ ഷോപ്പുകളൊക്കെ കുറവാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ മണാലിയിലത്തെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും. അപ്പം അതിന് മുമ്പ് ഇവിടെ ഒരു അമ്പലം, ടെമ്പിളിൻ്റെ പേര് ഹിഡിംബ ടെമ്പിളാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോണത്. അപ്പം നമ്മളെല്ലാവരും ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഇവർ അമ്പലത്തിൽ പോയി വന്നു. സ്മേജനും ഹാപ്പി കേസും കൂടിയിട്ടാണ് പോയത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വിവരിക്കാൻ അറിയില്ല. എന്തോ പാറയുടെ അടിയിലാന്നോ, പാറയുടെ അടിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ അങ്ങനെയാണ് ഗൈസ്. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അവിടുന്ന് ഡിന്നർ കഴിക്കുന്നു. നമ്മൾ നേരെ പഞ്ചാബിലേക്ക് തിരിക്കണം. നാളെ രാവിലെ പഞ്ചാബ് എത്തും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം.